കോച്ചിനെ പുറത്താക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. പരിശീലകൻ മിഖായൽ സ്റ്റാറയെയും സഹപരിശീലകരെയുമാണ് പുറത്താക്കിയത്. വിവരങ്ങളുമായി എം നിഖിൽ കുമാർ സ്പോർട്സ് ഡെസ്കിൽ നിന്നൊപ്പം ചേരും. നിഖിൽ, കഴിഞ്ഞ കുറച്ചു മത്സരങ്ങൾ കണ്ടാൽ ടീമിന് എവിടെയോ ചില പാകപ്പിഴകളുണ്ടെന്ന് തോന്നും. ഓരോ താരങ്ങളെയായി എടുത്താൽ മികച്ചവരാണ് എന്ന് സംശയമില്ലാത്തവർ, പക്ഷേ കളിക്കളത്തിൽ ഒരു ടീമായി ജയിക്കാനാകാത്ത ടീമായി അവർ മാറുന്നു. തുടരെ നമ്മൾ കണ്ടതാണ് എത്രയെത്ര മത്സരങ്ങൾ. ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ISL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം അവസ്ഥയിലാണ് ടീമെന്ന കാര്യവും നമ്മൾ ഓർക്കണം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു, വാർത്തയായല്ല ഒരു സൂചനയായി. ഇവാൻ വുക്കോമനോവിച്ച് തിരിച്ചു വന്നേക്കും എന്ന സൂചന. ഈ തുടർ തോൽവികളുടെ പശ്ചാത്തലത്തിൽ സ്റ്റാറയെ പുറത്താക്കുന്നതും ഇന്നലെ വന്ന ഇവാനോവിച്ചിൻ്റെ മടങ്ങി വരുമെന്ന സൂചനയും തമ്മിൽ ചേർത്ത് വായിക്കണം. പക്ഷേ തീർച്ചയായും നമുക്ക് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വുക്കാനോവിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സമൂഹമാധ്യമം വന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ സഹോദരൻ്റെ ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ആശുപത്രിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളായി ഫുട്ബോൾ ഫീൽഡുമായി ബന്ധമില്ലാതെ നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ ഫുട്ബോൾ ഫീൽഡിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്തും എന്ന തരത്തിലുള്ള വുക്കോമനോവിച്ചിൻ്റെ ഒരു സമൂഹമാധ്യമം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിന് പിന്നാലെയാണ് കൃഷ്ണായി നേരത്തെ പറഞ്ഞതുപോലെ വുക്കോമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നത്. ഇപ്പോൾ ഈ വാർത്തകളൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നിലവിലെ പരിശീലകരെയും ഒപ്പം സഹപരിശീലകരെയും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് 3 മത്സരങ്ങൾ മാത്രമാണ് ഈ സീസൺ ഇതുവരെ പിന്നിടുമ്പോൾ 12 മത്സരങ്ങളിൽ നിന്നും വെറും 3 മത്സരങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായത്. ഇതിൽ തന്നെ പല മത്സരങ്ങളും ആദ്യ പകുതിയിൽ അല്ലെങ്കിൽ മത്സരത്തിൻ്റെ അവസാന ഘട്ടം വരെ 90-ാം മിനിറ്റ് വരെ 85-ാം മിനിറ്റ് വരെയൊക്കെ മുന്നിൽ നിന്ന ശേഷം അവസാന മിനിറ്റുകളിലെ ആ ഒരു ഗോളുകളിൽ അല്ലെങ്കിൽ പിഴവുകളിൽ ബ്ലാസ്റ്റേഴ്സ് തോൽക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടത്. ഇതിനിടയിൽ നിരവധി വിമർശനങ്ങളൊക്കെ കോച്ചിനെതിരെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം വരുത്തിയ പല മാറ്റങ്ങൾ, സബ്സ്റ്റിറ്റ്യൂഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വളരെ വലിയ വിമർശനം കോച്ചിനെതിരെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഹെഡ് കോച്ചായിട്ടുള്ള മിഖായൽ സ്റ്റാറയും സഹപരിശീലകരായ ബിയോൺ വെസ്ട്രോവും ഫ്രെഡറിക്കോ പെരേര ഈ 2 പേരെയും, അതായത് ഇവരെ 3 പേരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. തങ്ങളുടെ സമൂഹ മാധ്യമത്തിലും ഒപ്പം തന്നെ വാർത്താക്കുറിപ്പിലൂടെയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായി വഴി പിരിയുന്നു, കേരള ബ്ലാസ്റ്റേഴ്സും ഒപ്പം മിഖായൽ സ്റ്റാറയും തമ്മിൽ വഴി പിരിയുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ടീമിൻ്റെ പുതിയ പരിശീലകനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ താൽക്കാലികമായി ടീമിൻ്റെ ചുമതല KBFCയുടെ റിസർവ് ടീമിൻ്റെ മുഖ്യ പരിശീലകനും യൂത്ത് ഡെവലപ്മെൻറ്റ് ഹെഡുമായ തോമസ് തൂഷിനും സഹപരിശീലകൻ TG പുരുഷോത്തമനും താൽക്കാലികമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പരിശീലക ചുമതല കേരള സീസൺ ബ്ലാസ്റ്റേഴ്സ് അങ്ങ് കൈവിടുകയാണോ? അങ്ങനെ കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇവാൻ വുക്കോമനോവിച്ചിനെ പോലെ പ്രമുഖനായ പരിചയസമ്പന്നനായ ഈ ആരാധകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ വരാനിരിക്കുന്നു എന്ന സൂചനയുണ്ട്. പക്ഷെ അപ്പോഴും അത് സംഭവിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതുപോലൊരു കോച്ച് വരുന്നില്ലെങ്കിൽ ഒരു സീസണിൽ ഓർമ്മയുണ്ടാകും, അങ്ങനെ സഹപരിശീലകന് ചുമതല ഏൽപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ തന്നെ. അതുകൊണ്ട് അങ്ങനെ ഒരു കോച്ച് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സീസൺ ഞങ്ങൾ അങ്ങ് വിടുവാണ് എന്നതാണോ? കൃഷ്ണ, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം സീസണിൽ ഇനി വരാനിരിക്കുന്നത് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകാൻ ഈ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമുണ്ട്. ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ താരങ്ങളെ എത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഏറ്റവും കോച്ചിനെ മാറ്റാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോൾ തന്നെയാണ്. കാരണം മിഖായൽ സ്റ്റാറയ്ക്ക് പകരമായി അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയൊരു പരിശീലകൻ എത്തിയാൽ വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ്, അതായത് ആ പരിശീലകന് അദ്ദേഹത്തിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിക്കാൻ ഏറ്റവും ഉതകുന്ന താരങ്ങളെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ പുതിയ പരിശീലകനുമായി ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കരാർ ഒപ്പിടാൻ സാധിക്കും. ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ചിട്ടാണെങ്കിൽ പുതിയൊരു പരിശീലകനുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കരാർ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കും. ഇനി അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് വരാനുള്ളത്, നടപടിക്രമങ്ങൾ മാത്രമാണ് വരാനുള്ളത് എന്നാണ് ഒരു സൂചന ലഭിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി, ഈ മഞ്ഞപ്പട ഈ ടീമിനെ കൈവിട്ടുമല്ലോ. ഇതാദ്യമായിട്ടാണ്. ഇതിലും മോശം സാഹചര്യം ഉണ്ടായപ്പോൾ പോലും മഞ്ഞപ്പട ചേർത്ത് പിടിച്ചു. ഈ രാജ്യത്തിനകത്ത് എവിടെ കളി നടന്നാലും ഇവിടുന്ന് കുറേ യുവാക്കൾ അവിടേക്ക് പോകുന്നു. മഞ്ഞപ്പടയായി മഞ്ഞ ജേഴ്സിയൊക്കെ ഇട്ട് അങ്ങനെ നിരന്ന് നിന്ന് ആ ടീമിനെ ചേർത്ത് പിടിക്കുകയാണ്, അവർക്ക് വേണ്ടി ആർത്തു വിളിക്കുകയാണ്. പക്ഷേ ആ മഞ്ഞപ്പട പറയുന്നു, ഞങ്ങൾ തൽക്കാലം മാറി നിൽക്കുകയാണ്, ആരാധനയൊക്കെ പിന്നീടാകാം, നിങ്ങളാദ്യം നേരെയായി വരൂ എന്ന് പറയുന്നു. അപ്പോൾ ആരാധകരെ കൈവിട്ടു പോകുമെന്ന പേടിയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടാകും.
തീർച്ചയായും കൃഷ്ണരാജ് അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ അങ്ങനെ ഒരു പേടി കൂടി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലെ ആ ഫലം നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാകും. ആ മത്സരത്തിന് തൊട്ട് പിന്നാലെ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞപ്പട എന്ന ആരാധക സമൂഹം ബ്ലാസ്റ്റേഴ്സിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വരുന്നു. 11 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ISLൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ തങ്ങളുടെ ആരാധകർ കൈവിട്ടിട്ടില്ല. തങ്ങളുടെ മഞ്ഞപ്പട ടീമിൻ്റെ 12th മാൻ എന്നറിയപ്പെടുന്ന 12ാമത്തെ താരമായി ടീം തന്നെ വിശേഷിപ്പിക്കുന്ന ആരാധകർ ഇതുവരെ ടീമിനെ ഇങ്ങനെ ഇതിലും പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ പോലും കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ആരാധകർ പോലും ഇപ്പോൾ കൈവിടുന്ന ഒരു സാഹചര്യം, തങ്ങളുടെ വലിയൊരു ഫാൻ ബേസ്, അതുതന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കൈമുതലായുള്ളത് ഏറ്റവും വലുതുള്ളത്. കാരണം ഇതുവരെ ഒരു കിരീടം പോലും നേടാത്ത ഒരു ടീമിനുള്ള ഫാൻ ബേസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ ഒരു ഫാൻ ബേസ് അത് തങ്ങൾക്ക് കൈവിട്ട് പോകുമോ എന്നൊരു പേടി കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനുണ്ട്. പല മത്സരങ്ങളും ഓരോ മത്സരം കഴിയുമ്പോഴും ഈ കോച്ചിനെ പുറത്താക്കണം എന്ന് ആരാധകർ തന്നെ പറയുന്നു, ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നു. കോച്ചിൻ്റെ തീരുമാനങ്ങൾ പലതും അമ്പെ പരാജയപ്പെടുന്ന ഒരു കാഴ്ച. ഒപ്പം തന്നെ പക്ഷേ കോച്ചിനെ മാത്രം നമ്മൾ കുറ്റം പറയണമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഈ കളിക്കാരുടെ അലസമായ പ്രകടനം, അത് എല്ലാ താരങ്ങളുമല്ല, ചില താരങ്ങൾ, പ്രത്യേകിച്ച് വിങ്ങിലൂടെ കയറി കളിക്കുന്ന താരങ്ങൾ, ഒരു അപകടകരമായ ക്രോസ് പോലും കൊടുക്കാൻ പറ്റാത്ത മികവുള്ളവർ, പിന്നെ കൈകളിങ്ങനെ ചോർന്ന് വന്ന് ഗോളടിച്ചോളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഗോളി, ഇതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണോ? അത് കോച്ചിന് പകരം ഒരാളെ അവിടേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യം മറക്കുന്നില്ല എങ്കിൽ പോലും. കൃഷ്ണരാജ്, ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം എന്താ വെച്ചാൽ ഈ പരിശീലകൻ എത്തിയതിനു ശേഷം ടീമിലേക്ക് നടന്ന സൈനിങ് ആണ്. കാരണം മികച്ച താരങ്ങളായി നമുക്ക് പറയാൻ സാധിക്കുന്നത് കഴിഞ്ഞ സീസണിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ, അല്ലെങ്കിൽ ടീമിൻ്റെ നെടുന്തൂണായ അഡ്രിയാൻ ലൂണ ഒഴികെ നിർത്തിയാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പല താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിടുന്നു. അവർക്ക് പകരക്കാരായി മികച്ച താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് അന്നു മുതൽ ഓരോ താരങ്ങളെയും കൈവിടുന്നത് ആ നിമിഷം മുതൽ ആരാധകർ പറഞ്ഞത് പുതിയ താരങ്ങൾ, ഇതിലും വലിയ താരങ്ങൾ നമുക്ക് വരും എന്നുള്ളതാണ്. എന്നാൽ സൈനികൾ പൂർത്തിയായി സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ താരങ്ങൾക്കെതിരെ, അതായത് നിലവിൽ പരിശീലകനെതിരെ തന്നെ ആരാധകർ പരിശീലകനെതിരെ തന്നെ ആരാധകർ രംഗത്തെത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. കാരണം നിലവിലെ ടീമുമായി പോയാൽ ബ്ലാസ്റ്റേഴ്സിന് എങ്ങും എത്താൻ സാധിക്കില്ല എന്ന് ഫുട്ബോൾ നിരീക്ഷകരും ആരാധകരും അടക്കം പറയുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. കാരണം പോയ താരങ്ങൾക്ക് പകരക്കാരായി ഈ പല സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വിദേശ താരങ്ങൾ എത്തുന്നു, അവരെ പോകുമ്പോൾ അവർക്ക് പകരക്കാരായി മികച്ച താരങ്ങൾ മടങ്ങിയെത്തുന്ന ടീമിലേക്ക് എത്തുന്ന കാഴ്ചയുണ്ടായിരുന്നു. അതായത് നമ്മൾ പലപ്പോഴും ഒരു പഴഞ്ചൊല്ലായി പറയാനുണ്ട്, കാതുകുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്നുള്ളത്. അത് അന്വർത്ഥമാക്കുന്ന കാഴ്ചയായിരുന്നു പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക്. ഒരു താരം പോയാൽ അടുത്ത സീസൺ എത്തുമ്പോൾ ഈ താരത്തെ നിലനിർത്തില്ല, അത് മറ്റൊരു ടീമിലേക്ക്, അതായത് ഒരാളെ വളർത്തിക്കൊണ്ടുവന്ന് മറ്റു ടീമിലേക്ക് കൊടുക്കുന്നൊരു സ്വഭാവം കേരള ബ്ലാസ്റ്റേഴ്സിന് പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ടീമിലേക്ക് എത്തിക്കുന്നത് മികച്ച താരങ്ങളെ തന്നെ പല സ്ഥലങ്ങളിലായി എത്തിക്കാറുണ്ട് ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ ഈ സീസണിൽ അങ്ങനെ ലൂണയ്ക്കൊപ്പം കളിക്കാൻ മികച്ചൊരു താരത്തെ എത്തിച്ചിട്ടില്ല. ആകെ നോവ മാത്രമാണ് ഈ സീസണിൽ ഇതുവരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 11 ഗോളുകളും ഒപ്പം 8 അസിസ്റ്റുമായി നോവ മാത്രമാണ് മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇതുവരെ കാഴ്ചവെച്ചത്. ഇനി വരാനിരിക്കുന്ന ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയ പരിശീലകൻ എത്തിയാൽ ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങളെ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇനി സീസണിൽ എന്തെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാൻ സാധിക്കൂ. ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് കളിക്കാൻ അല്ലെങ്കിൽ ഫൈനലിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വിരളമാണ്. എന്നിരുന്നാൽ തന്നെയും ആരാധകർക്ക് വേണ്ടി മികച്ച പ്രകടനം സീസൺ ഫിനിഷ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. അടുത്ത വർഷം ഞങ്ങളുണ്ട് എന്ന് കാണിക്കാനെങ്കിലും ചില താരങ്ങളെ കൂടി കൊണ്ടുവന്ന് ഈ പതിവായി പിഴവുകൾ വരുത്തുന്നവരെ പുറത്താക്കാനുള്ള തീരുമാനം കൂടി ബ്ലാസ്റ്റേഴ്സ് എടുക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കോച്ചിനെ പുറത്താക്കി, പക്ഷേ കോച്ചിൻ്റേത് മാത്രമല്ല പിഴവെന്ന് കളി കണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകും. അക്കാര്യത്തിൽ സംശയവുമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നിഖിൽ കുമാർ.